സിറോ മലബാർ സഭ സിനഡിന് നാളെ തുടക്കം. സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന സിനഡിന്റെ പ്രധാന അജണ്ട. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഉടൻ പരിഹരിക്കേണ്ടി വരിക. കർദിനാൾ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചതിനു ശേഷമുള്ള ആദ്യ സിനഡിന്റെ പ്രധാന അജണ്ടയും അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തലാണ്. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 53 ബിഷപ്പുമാരാണ് ജനുവരി 13 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുക. 2ാം ദിവസമായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾ. 6 റൗണ്ട് വോട്ടെടുപ്പാണ് നടക്കുക. ആദ്യ റൗണ്ടിൽ തന്നെ 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പാകും. ആരോപണത്തിന് അതീതനും സമവായത്തിലൂടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നൊരാൾ ഈ സ്ഥാനത്തേക്ക് വരണമെന്ന് സഭാ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലം തികച്ചും ഒരു യുദ്ധം പോലുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യം സഭയിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങൾ പലതുണ്ടാകാം. നമുക്ക് പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിശാസ്ത്രം സഭയ്ക്കുണ്ടാകണം. അത് എന്താണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംഭാഷണത്തിലൂടെയാണ്. പരസ്പരം കേൾക്കാൻ, പരസ്പരം പറയാൻ, പരസ്പരം ആശയവിനിമയം ചെയ്യാൻ, പരസ്പരം മനസ്സിലാക്കാൻ ഉള്ളൊരു മനസ്സ് ഇല്ലാതെ പോയതിൻ്റെ പ്രതിസന്ധിയാണ് ഉണ്ടായത്. അത് ഉണ്ടാക്കാൻ കഴിയുന്ന ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന വലിയ പ്രതീക്ഷ അൽമായർക്കും ജനങ്ങൾക്കും വൈദികർക്കും. പാലാ രൂപതാ ബിഷപ്പും സിറോ മലബാർ സഭാ നേതൃത്വത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പംപ്ലാനി, താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അടക്കമുള്ളവർ പട്ടികയിലുണ്ടെന്നാണ് സൂചന. സിനഡ് സമ്മേളനം സമാപിക്കുമ്പോൾ തന്നെ വത്തിക്കാനിലും സിറോ മലബാർ സഭ ആസ്ഥാനത്തും പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വത്തിക്കാൻ നേരിട്ടിടപെട്ടിട്ടും പരിഹരിക്കപ്പെടാതെ പോയ കുർബാന വിഷയത്തിൽ എന്തു നടപടികളുണ്ടാകും സിനഡിൽ നിന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി.